18ാം ലോക്സഭയുടെ ആദ്യ ദിനം ഭരണഘടനയെ പ്രതിരോധായുധമാക്കി കരുത്തറിയിച്ചു പ്രതിപക്ഷം. ബിജെപി നേതാക്കൾ തിരുത്തുമെന്ന് പറഞ്ഞ ഭരണഘടന നരേന്ദ്രമോദിയും അമിത്ഷായും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഉയർത്തിക്കാട്ടി പ്രതിപക്ഷ നിര. കോൺഗ്രസ് നേതാക്കൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴും ഒരു കൈയിൽ ഭരണഘടന. മോദിയെയും അമിത്ഷായെയും ഭരണഘടന തൊടാൻ അനുവദിക്കില്ലെന്ന് രാഹുൽ ഗാന്ധിയുടെ വെല്ലുവിളി. അടിയന്തരാവസ്ഥ കാലത്ത് ഭരണഘടന അട്ടിമറിച്ചവരാണ് കോൺഗ്രസുകാരെന്ന പ്രധാനമന്ത്രിയുടെ തിരിച്ചടി. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ എന്ന് ഉരുവിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് സുരേഷ് ഗോപി. കെ രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്തത് സഗൗരവം. ഹൈബിയുടെ സത്യവാചകം ഹിന്ദിയിൽ. ഭൂരിപക്ഷം കേരള എംപിമാരും സത്യപ്രതിജ്ഞ ചെയ്തത് മലയാളത്തിൽ. +1 സീറ്റ് പ്രതിസന്ധിയിൽ സർക്കാരിനെ വെട്ടിലാക്കി ഭരണപക്ഷ MLA ആയ അഹമ്മദ് ദേവർകോവിലും SFIയും. മലപ്പുറത്തെ സീറ്റ് പ്രതിസന്ധി യാഥാർത്ഥ്യമാണെന്നും പരിഹാരം വേണമെന്നും നിയമസഭയിൽ അഹമ്മദ് ദേവർകോവിൽ. മലപ്പുറത്ത് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു SFI. സീറ്റ് ക്ഷാമം ഉണ്ടെന്ന് SFI തെറ്റിദ്ധരിച്ചതാകാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. വെറുതെ ഇരുന്നവരൊക്കെ സമരം ചെയ്ത് ഉഷാറായി വരട്ടെയെന്ന് KSUവിനെ ട്രോളി വി ശിവൻകുട്ടി. +1 പ്രശ്നത്തിലെ സമരത്തിനിടെ മലബാർ സംസ്ഥാനം എന്ന ആവശ്യം ഉന്നയിച്ച് SYS നേതാവ് മുസ്തഫ മുണ്ടുപാറ. തെക്കൻ കേരളത്തിന്റെ തുല്യവിഹിതം മലബാറിനും കിട്ടണം. ഇതൊന്നും വിഘടനവാദമല്ല. മലബാർ എന്ന സംസ്ഥാനം വന്നാൽ രാജ്യത്ത് എന്ത് സംഭവിക്കാനെന്നും മുസ്തഫ മുണ്ടുപാറ. ഭരണ പ്രതിപക്ഷങ്ങളുടെ അമിതമായ മുസ്ലിം പ്രീണനത്തിന്റെ അനന്തരഫലമാണ് ഇത്തരം പ്രസ്താവനകളെന്ന് K സുരേന്ദ്രൻ. സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് പിന്നാലെ ആക്കുളം ടൂറിസം പദ്ധതിയിലും മന്ത്രി മുഹമ്മദ് റിയാസിനെ പ്രതിക്കൂട്ടിൽ നിർത്തി കടകംപള്ളി സുരേന്ദ്രൻ. ആക്കുളം കായൽ പുനരുജ്ജീവന പദ്ധതി അട്ടിമറിക്കുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം പോലും ടൂറിസം വകുപ്പ് മുഖവിലേക്ക് എടുക്കുന്നില്ലെന്ന് നിയമസഭയിൽ കുറ്റപ്പെടുത്തൽ. മറുപടി പറയാതെ റിയാസ്. UDF യോഗത്തിൽ പ്രസംഗിക്കാൻ ക്ഷണിച്ചില്ലെന്ന വിവാദത്തിനിടെ രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിച്ച് VD സതീശൻ. വീട്ടിൽ പോയി ചെന്നിത്തലയെ കണ്ടെന്നും പ്രാതൽ കഴിച്ച് പ്രശ്നങ്ങൾ സംസാരിച്ചെന്നും സതീശൻ. ചെന്നിത്തലയുമായുള്ളത് സഹോദര ബന്ധം. തെറ്റുപറ്റിയാൽ ക്ഷമ ചോദിക്കും. മുതിർന്ന നേതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കില്ലെന്നും സതീശൻ. ക്യാബിൻ ക്രൂവിന്റെ സമരം നടന്ന സമയത്ത് മസ്കത്തിൽ മരിച്ച പ്രവാസി നമ്പി രാജേഷിന്റെ കുടുംബത്തെ കൈയൊഴിഞ്ഞ് എയർ ഇന്ത്യ എക്സ്പ്രസ്. നമ്പി രാജേഷിന്റെ ഭാര്യയ്ക്ക് ഭർത്താവിനെ പരിചരിക്കാൻ മസ്കത്തിലേക്ക് പോകാൻ കഴിയാതിരുന്നത് മിന്നൽ സമരം മൂലം. രാജേഷിന്റെ മരണത്തിന് ഉത്തരവാദിയല്ലെന്നും നഷ്ടപരിഹാരം നൽകാനാകില്ലെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ്. കേരളത്തിൽ കാലവർഷം ശക്തമാകുന്നു. എറണാകുളം നേര്യമംഗലത്ത് KSRTC ബസ്സിനും കാറിനും മുകളിലേക്ക് മരം വീണ് ഒരാൾ മരിച്ചു. കോട്ടയം പെരുന്നയിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. കൊല്ലത്തും പത്തനംതിട്ടയിലും ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ വീണ് വ്യാപക നാശനഷ്ടം. CPM കമ്മിറ്റികളിൽ പിണറായി വിജയൻ വിമർശിക്കപ്പെടുന്നുവെന്ന വാർത്തകൾ ഓരോരുത്തർ പടച്ചുവിടുന്നതാണെന്ന് A വിജയരാഘവൻ. ഒരു വർഷമായി നേതൃത്വവുമായി ഇടഞ്ഞുനിന്ന CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസിനെ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. 2020 ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്ക സെമിയിൽ. നിർണായക മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചത് 3 വിക്കറ്റിന്. ആതിഥേയരായ വിൻഡീസ് സെമി കാണാതെ പുറത്ത്.